അവൻ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുകയാണ്. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സ്തോത്രത്തോട് അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. വായിച്ച വചനഭാഗത്തെ ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അടിയങ്ങൾക്കത് വിഭാഗിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ തൃപ്തിപ്പെടുത്തണം. വചനത്തിലൂടെ ദൈവാത്മാ സംസാരിക്കും. വചന വെളിപ്പാടും വചന വ്യാഖ്യാനവും തരും. കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരുടെ ഇടപെടും. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവജനം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ വെച്ച് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ യെരുശലേമിലെ സഭയോട് പറയുകയാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയിലും തിരുവചന ധ്യാനത്തിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളിൽ ദൈവകൃപയുള്ള ആത്മാവുള്ള സ്തോത്രം 7 പേരെ തിരഞ്ഞെടുത്ത് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വയ്ക്കാമെന്ന് പറഞ്ഞ് അവരിൽ പ്രധാനിയായിരുന്ന സ്തേഫാനോസ് അദ്ദേഹം യെരുശലേമിലുള്ള യഹൂദ ജനത്തിൻ്റെ മുമ്പിൽ പറയുന്ന വാക്കുകളിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്താണ് നാം ചിന്തിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകളാണ് 7-ാം അധ്യായത്തിൽ സവിസ്തരമായി നമ്മൾ കാണുന്നത്. ആ കാര്യം ദൈവമക്കളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പശ്ചാത്തലം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 9-ാമത്തെ വാക്യം പറയുകയാണ്, ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവരെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. പ്രിയപ്പെട്ടവരുടെ സ്തോത്രം, ഹല്ലേലൂയ. ഈ സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ധാരാളമായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഞാനിനി ജോസഫിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുവാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും വിരസതയുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വചനം അറിയാൻ വയ്യാത്തവരും വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അവരെ അറിയാം. ഞാൻ അവരെ കൂടെ മുഖവിലേക്ക് എടുക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രസംഗ ശുശ്രൂഷയ്ക്കകത്ത് മുൻപ് ഞാൻ സ്തോത്രം പെട്ടെന്ന് പറഞ്ഞു പോകുമായിരുന്നെങ്കിലും ഇന്ന് ഞാൻ നിർത്തി പറയുന്നത്, സ്തോത്രം, കുഞ്ഞുങ്ങളുടെ അറ്റൻഷൻ അവർക്കൂടെ മനസ്സിലാകണം, അവരുടെ അറ്റൻഷൻ ലഭിക്കണം. അവർ വരുന്ന ആളുകളിൽ അവരും ദൈവത്തിൽ ഉപയോഗിക്കപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ആമേൻ. അതുകൊണ്ട് ദൈവമായിട്ട് സ്തോത്രം, ശുശ്രൂഷയിൽ എന്നോടൊരുമിച്ച് നിങ്ങൾ ശ്രദ്ധയോട് കേട്ടിരുന്ന് എന്നോടൊരുമിച്ച് വരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും അപ്രകാരം നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. യാക്കോബിൻ്റെ 12 മക്കൾ, അവരെയാണ് ഇസ്രയേലിൻ്റെ ഗോത്രപിതാക്കന്മാർ എന്ന് പറയുന്നത്. മനസ്സിലാക്കും നിങ്ങൾക്ക്? സ്തോത്രം. ഈ ഗോത്രപിതാക്കന്മാർ, അതായത് യാക്കോബിൻ്റെ 12 മക്കളിൽ ജോസഫിൻ്റെ സഹോദരങ്ങൾ ആകുന്ന 11 പേരും ജോസഫിനെ വിറ്റുകളഞ്ഞു എന്നാണ് ഇവിടെ നാം വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് കാര്യം, അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം, അവർ അസൂയപ്പെട്ടു എന്നാണ് ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മൾ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ പാപത്തിൻ്റെ വഴികളൊക്കെ വിട്ടുമാറി സമയങ്ങളിൽ യഥാക്രമം നമ്മുടെ പാപത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാൻ ഇടയായിത്തീർന്നവരാണ്. ഇവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും എല്ലാം കനമായിട്ടുള്ളത് കൊടുക്കുമ്പോൾ നമ്മൾ പലതും സ്തോത്രം ദശാംശം വേർതിരിച്ച്, പ്രാർത്ഥന വേർതിരിച്ച്, ഉപവാസം വേർതിരിച്ച് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും പലപ്പോഴും കനമായത് വിട്ടുകളയുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ മലീമസമാക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്ന വാസ്തവം മനസ്സിലാക്കാൻ ഇടയാകണം. ഗലാത്യലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വേദഭാഗത്തിലേക്ക് ദൈവജനത്തിൻ്റെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കുവാൻ കർത്താവ് ശരണം പ്രാപിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിൾ എടുക്കാത്തവരെ എടുക്കണ്ട, ദയവായിട്ട് നിങ്ങളെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് പറയുന്ന ഒരു വാക്കാണ് അസൂയ. സ്തോത്രം. അസൂയ എന്ന വികാരം
നമ്മിലുണ്ടെങ്കിൽ, അതെല്ലാം മനുഷ്യരിലുമുള്ളതാണ്, ഏറ്റക്കുറച്ചിലുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉണ്ട്. അത് ഏറ്റക്കുറച്ചിലുണ്ട്. അതറിയണമെങ്കിൽ നമുക്ക് ആ സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് അസൂയയില്ലെന്ന് ആര് പറഞ്ഞാലും അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യനായി ജീവിച്ച എല്ലാവരിലും ഈ വികാരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതൊക്കെ ഉണ്ട്. എന്നാൽ അതിനെ അടക്കുവാനാണ് നമുക്ക് ഇടയായിത്തീരേണ്ടത്. സ്തോത്രം. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചല്ലോ, നമ്മൾ മദ്യപാനം വിട്ടുകളഞ്ഞു, നമ്മൾ വ്യഭിചാരം വിട്ടുകളഞ്ഞു, പാപചിന്തകളും പാപനോട്ടങ്ങളും ഒക്കെ നമ്മൾ വിട്ടുകളഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അസൂയ എന്ന ഒരു വികാരമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷം പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും എന്ന വസ്തുത മറന്നു പോകരുത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അങ്ങനെ അസൂയ ഉള്ള ആരും മദ്യപാനിയുടെ കൂട്ടത്തിൽ അവരെ പെടുത്തിയിട്ട്, വ്യഭിചാരിയുടെ കൂട്ടത്തിൽ അവരെ പെടുത്തിയിട്ട്, സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹിനോട് വിളിച്ചു പറയുന്നുണ്ട്, അവർ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അവരാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നമ്മളെ സ്തോത്രം, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ നന്നായിട്ടൊരു കാര്യത്തിൽ പെർഫോം ചെയ്താൽ നമ്മൾ ഒരിക്കൽ പോലും അഭിനന്ദിക്കാൻ പഠിക്കരുത്. എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എനിക്ക് എൻ്റെ സാഹചര്യം ലഭിച്ചില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഓർത്ത് നമ്മുടെ മുഖം കറുപ്പിച്ചു പോയാൽ നമ്മളുടെ അസൂയുണ്ട്. പ്രാർത്ഥിക്കുന്നവരായിരിക്കും, വേദവസം വായിക്കുന്നവരായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അസൂയയുടെ തലങ്ങൾ, ഞാനതാ പറഞ്ഞത്, അസൂയ എന്ന വികാരം എന്നിൽ ഇല്ലെന്ന് ആരും പറയാൻ പാടില്ല. അസൂയുണ്ട്. അസൂയയെ അടിച്ചമർത്തുവാൻ, അതിനെ ചവിട്ടിത്താഴ്ത്തുവാൻ ഇടയായിത്തീരണം. ഈ 11 ഗോത്രപിതാക്കന്മാർക്ക് സംഭവിച്ച വസ്തുത, അവർ അസൂയപ്പെട്ട് സ്വന്തം സഹോദരനെ വിറ്റുകളഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 26-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വേദഭാഗത്തിലേക്ക് ദൈവജനത്തിൻ്റെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. മുകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫെലിസ്ത്യർക്ക് ഇല്ലാത്തതല്ല പ്രശ്നം, അവനുള്ളതാ പ്രശ്നം. നമുക്കതില്ലേ പ്രശ്നം? സ്തോത്രം. നമുക്കില്ലാത്തതൊന്നും അല്ലല്ലോ പ്രശ്നം. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് അത് ലഭിക്കുന്ന നമുക്ക് പലപ്പോഴും പ്രശ്നം ഇല്ലേ? ഒരു നന്മയുടെ വഴി തുറന്നു വന്നാൽ അവിടെ നമുക്ക് പ്രശ്നം. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ഒരു കരുതൽ വെളിപ്പെടുമ്പോൾ കഴിഞ്ഞ നാളുകൾ ദൈവം നമുക്ക് വേണ്ടി കരുതിയല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മളെക്കാൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അവർ ഉയർന്നു പോയാൽ ഹല്ലേലൂയ, ആമേൻ, അവിടെ വ്യാപരിക്കുന്ന ഒരു അസൂയ. ഇവിടെ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അപ്പൊ ഇവന് ഉണ്ടായതാണ് ഇവൻ ഫെലിസ്ത്യരുടെ അസൂയക്ക് കാരണം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ ഫെലിസ്ത്യ ദേശത്ത് വന്ന് പാർത്തതായ ഇസ്ഹാക്ക് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞതായ പശ്ചാത്തലത്തിൽ ആ ക്ഷാമകാലത്ത് ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് ആ ദേശത്തിൻ്റെ നടുവിൽ വിതയ്ക്കാൻ പറഞ്ഞു. വിതച്ചു. വേദപുസ്തകം പറയുകയാണ്, അവൻ 100 മേനി കൊയ്തെടുക്കുവാൻ ദൈവം ഇടയാക്കി എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എത്ര ക്ഷാമം നിറഞ്ഞതാണെങ്കിലും ദൈവം പറയുമ്പോൾ നിങ്ങൾ വിതയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ ക്ഷാമകാലത്ത് നിങ്ങളെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്. അവൻ ക്ഷാമകാലത്ത് അവനെ പോറ്റി. അടുത്ത വാക്യം പറയുകയാണ്, അവൻ ധനവാനായി തീർന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വായിക്കാം ഒരു വേദഭാഗം. അതിന് 12-ാമത്തെ വാക്യം, 12-13 വാക്യങ്ങൾ. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. എന്താ കാര്യം? യഹോവയെ ദൈവം പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകരുത്, നീ ഇവിടെ പാർക്കണം, നീ ഇവിടെ വിതയ്ക്കണം. ഹല്ലേലൂയ. പറയുന്നവനെ അനുസരിക്കുവാൻ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഇടയാകുന്നെങ്കിൽ ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. തിരുവചനം വിളിച്ചു പറയുക, അവനോട് കൽപ്പിച്ച യഹോവയുടെ വാക്ക് കേട്ടുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അത് 100 മേനി കൊയ്ത്തിന് കാരണമായി. അടുത്ത വാക്യം, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു പറയണം. ദൈവം അനുഗ്രഹിച്ചവൻ. ദൈവം നോക്കണം, ആ പദത്തിനകത്ത് നിന്ന് ഞാൻ പറയാം,
ദൈവത്തെ അനുസരിക്കുന്നവരെ, ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കുന്നവരെ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരെ അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പറയണം, ഞാൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി. ഹല്ലേലൂയ. ഞാൻ വർദ്ധിച്ചു വർദ്ധിച്ച് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തെ അരുളപ്പാടിനെ സ്വീകരിക്കുന്ന ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുന്ന വ്യക്തിബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവാലോചനയ്ക്ക് മുമ്പിൽ ചുമൽ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ, അവരുടെ ശുശ്രൂഷയിൽ ഒരു വർധനവ് ദൈവം ഒരുക്കി കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഇത് കണ്ട് ഞരങ്ങുന്ന ഒരു കൂട്ടര് അപ്പുറത്തുണ്ട്, ഫെലിസ്തീർ. ഹല്ലേലൂയ. അവരുടെ ദേശത്താണ് പാർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാപിക്കാത്ത ഒരു നന്മ ഇവൻ പ്രാപിക്കുന്ന കണ്ടപ്പോൾ അവൻ അസൂയപ്പെട്ടു. അതിനുശേഷമായി ആ ദേശത്തിന്റെ രാജാവ് അബീമേലെക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ഇവരോട് പറയുന്നത്, നിങ്ങൾ എന്നാൽ ആ വാക്യം, 15ാമത്തെ വാക്യം. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. അബീമേലെക്ക് ഇസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട്. നോക്കണം, ദൈവം അനുഗ്രഹിക്കുന്നവൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ, ദൈവത്തിന്റെ വാക്ക് പ്രമാണിക്കുന്നവൻ, അവൻ അനുഗ്രഹിക്കപ്പെടും. അടുത്ത വാക്ക് പറയാണ്, അവൻ ബലവാനായി തീരുമെന്ന്. ആരാ പറയുന്നത്? അവൻ അബീമേലെക്കെന്ന ആ ദേശത്തിന്റെ രാജാവ് പറയുക, നീ ഞങ്ങളെക്കാൾ ബലവാനാണെന്ന്. ദൈവം അനുഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾ പറയണം, ഞാൻ ബലഹീനല്ല, ഞാൻ ബലവാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിന് വായിച്ചേ. നീ ഞങ്ങളെക്കാൾ ഏറെ ബലവാനാകിയാൽ ഞങ്ങളെ വിട്ടു പോകണം. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്ന് മാറി ഗെരാറിൽ വന്ന് ആമൻ ഇസഹാക്ക് പാർക്ക് ചെയ്യാം. അവിടെ വെച്ച് ഹല്ലേലൂയ ദർശനമുള്ള ആമൻ ഹല്ലേലൂയ ദൈവ വിളി കേട്ട അപ്പന്റെ മകൻ ഇസഹാക്ക്, ദൈവത്തെ അനുസരിച്ച് അപ്പന്റെ മകൻ ഇസഹാക്ക് അപ്പന്റെ പാതയിലേക്ക് പോകുവാൻ ഇടയായിത്തീരുന്നു. അപ്പൻ കുഴിച്ച ചില കിണറുകൾ അവൻ കുഴിക്കുവാൻ ഇടയായിത്തീരുന്നു. വായിച്ച് ആ ഭാഗം കൂടെ. പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അവിടെ നമ്മൾ വായിക്കുന്നത്, ഇസഹാക്ക് കിണർ അപ്പന്റെ കാലത്ത് അപ്പന്റെ അവകാശം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനെ മടക്കി പിടിക്കുന്ന ഒരു ഹാലലി അഭിഷക്തനെ, അനുഗ്രഹിക്കപ്പെട്ടവനെ കാണുന്നത്. ആര് നിനക്കെതിരെ അസൂയപ്പെട്ടാലും അവൻ ഒന്നാമത്തെ കിണർ കുഴിച്ചു, അവർ കൈവശമാക്കി. രണ്ടാമത്തെ കിണർ കുഴിച്ചു, കൈവശമാക്കി. എന്നാൽ മൂന്നാമത്തെ കിണർ കുഴിച്ചപ്പോൾ അവൻ ഹാലലി കൈവശമാക്കുവാൻ ഇനി ആരും വരാതിരുന്നപ്പോൾ അവൻ പറയുക, യഹോവ ഞങ്ങളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് ഒരു കാലത്ത് ശത്രുവിന്റെ അസൂയക്ക് കീഴ്പ്പെട്ടു പോയവൻ, ഒരു കാലത്ത് ശത്രുവിന്റെ അസൂയ നിമിത്തം നന്മ നഷ്ടപ്പെട്ടു പോയവൻ, അവനെ നന്മ എന്നും മുടക്കി കളയുവാൻ ശത്രുവിന് കഴിയത്തില്ല. കുഞ്ഞെ, അവൻ ആരൊക്കെ നിനക്കെതിരെ അസൂയപ്പെട്ട്, ആരൊക്കെ നിനക്കെതിരെ ഹാലലിയ പോരാട്ടത്തിന്റെ പോർമുനെ തുറന്നു വെച്ചാലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുക, നഷ്ടങ്ങളെ, അവകാശങ്ങളെ നീ പ്രാപിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. നീ അത് തിരിച്ചറിയാനിടയാകുമാറാകട്ടെ. അസൂയപ്പെട്ടവരല്ല പ്രാപിക്കാൻ പോകുന്നേ, അസൂയപ്പെട്ടവര് പ്രാപിച്ചെന്നല്ല അവിടെ വചനം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ അഭിഷക്തൻ, ആമൻ ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ നാളുകളിൽ ശത്രു അപഹരിച്ച നന്മകൾ അവൻ വിശ്വാസത്തെ പ്രാപിച്ചിട്ട് പറയുക, അവൻ ഹല്ലേലൂയ ഞങ്ങളൊരു രഹവത്തായി വർദ്ധിക്കുകയാ. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? അസൂയപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുപാട് കാണുമായിരിക്കാം. അനേകർ നിങ്ങളെ നോക്കിക്കൊണ്ട് അസൂയപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ നന്മയെ അവൻ തടഞ്ഞുകൊണ്ട്, നിങ്ങളുടെ നന്മയെ അപഹരിച്ചുകൊണ്ട് അത് മണ്ണിട്ട് മൂടിക്കളഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ട്, ഞാനത് കുഴിക്കാൻ പോകുക. വിശ്വാസത്തോട് കഴിഞ്ഞ നാളുകളിൽ ശത്രു അപഹരിച്ചു പോയതിനെ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് കുഴിച്ചെടുത്താട്ട് അവൻ ഹല്ലേലൂയ ശത്രുവിന്റെ അസൂയയ്ക്ക് ഇതിനെ വിട്ടുകൊടുക്കാതെ അവനെ മാനിപ്പ ശക്തനായവനാ. പറയുക, ഞാനതിനെ പ്രാപിക്കും, ഞാനതിനെ പ്രാപിക്കും, ഞങ്ങൾ രഹവത്തായി വർദ്ധിക്കപ്പെടാൻ പോകുക. അടുത്ത ഒരു വാക്യത്തിലേക്ക് ദൈവജനത്തെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ
24 വാക്യമാണ്. എന്നാൽ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കും. 24 വാക്യം ഇപ്പോൾ വായിച്ചാട്ടെ. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി. എൻ്റെ 11 വാക്യം പൂർണ്ണമായിട്ട് വായിച്ചേ. എന്നാൽ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മേദാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിൽ ഉള്ളവർ എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. 28 വാക്യം. എന്നാറെ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ എന്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശ അവനോട് എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിൽക്കട്ടെ, ദൈവജന ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം, യോശുവ അസൂയപ്പെട്ടു എന്നാണ് അവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ മോശ പറയുന്നത്. എന്താ അസൂയക്ക് കാരണം? ശുശ്രൂഷ, 70 പേരുടെ മേൽ ശുശ്രൂഷ വന്നു. നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്തോത്രം, അതിൽ 68 പേരും സമാഗമന കൂടാരത്തിനകത്ത് വന്ന് ആമേ സ്തോത്രം അവർ അഭിഷേകം പ്രാപിച്ചു. 2 പേർ അമൻ ഹല്ലേലൂയ സ്തോത്രം ദൈവം കൊടുത്ത ആ നിയോഗത്തിലേക്ക് വന്ന 2 പേർ അവരവരുടെ കൂടാരത്തിലിരുന്ന് അവരും അഭിഷേകത്തിൻ്റെ ആമേ സ്തോത്രം ആ സ്തോത്ര തെളിവായിട്ട് അവരും പ്രവചിക്കുവാൻ ഇടയായിത്തീർന്നു. ആമൻ ഇത് കണ്ടപ്പോഴാണ് ആമൻ യോശുവ ഈ ശുശ്രൂഷ നിമിത്തം ആമേൻ ഇവരുടെ തെരഞ്ഞെടുപ്പ് നിമിത്തം യോശുവ അസൂയപ്പെട്ടു എന്നാണ് നാം ഇവിടെ കാണുന്നത്. ശുശ്രൂഷ നിമിത്തം അസൂയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലായോ? ശുശ്രൂഷ നിമിത്തം അസൂയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കുഞ്ഞെ, നിനക്ക് തന്ന ശുശ്രൂഷയ്ക്കകത്ത് നീ വിശ്വസ്തയോട് ദൈവത്തെ സേവിച്ചു പോകാൻ ഇടയാകുന്നെങ്കിൽ ആ ശുശ്രൂഷ വർദ്ധിക്കും. നീ അസൂയപ്പെട്ടു പോയാൽ അതൊരിക്കലും വർദ്ധിക്കത്തില്ല. ഹല്ലേലൂയ. നീ വർദ്ധിക്കത്തില്ലെന്ന് മാത്രമല്ല, നിന്റെ ശുശ്രൂഷ കെട്ടുപോകും. എന്തെങ്കിലും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ അത് കെട്ടുപോകും. നമ്മൾ കഴിഞ്ഞ ദിവസം 28 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം പറഞ്ഞു, ദൈവത്തിൻ്റെ കൈവേലയും അവൻ്റെ പ്രവൃത്തികളെയും വിവേചിക്കാഞ്ഞാൽ അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയുമെന്നൊരു വാക്കുണ്ട്, അല്ലേ? 28 സങ്കീർത്തനം 5 വാക്യമല്ലേ അത്? യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും വിവേചിക്കാകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഈ ഭാഗം ഒന്ന് ഉദ്ധരിച്ചു വന്നു. ഇടിച്ചു കളയുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. മനസ്സിലായേ? ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നിന്നിൽ ദൈവം തന്നിട്ടുണ്ടായി. എന്നാൽ നീ അതിനെ മനസ്സിലാക്കാതെ ശുശ്രൂഷ നിമിത്തം ആരോടെങ്കിലും നിന്റെ ഹൃദയത്തിനകത്ത് അസൂയ ഉണ്ടെങ്കിൽ ദൈവം നിന്റെ പണിയെ ഇടിച്ചു കളയും. ആമേൻ, ഹല്ലേലൂയ. ദയവായിട്ട് ശ്രദ്ധിക്കണം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയെ ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെ ഒരിക്കലും അലംഭാവത്തോട് കണ്ടുകൊണ്ട് അതിനെ ആമേൻ നഷ്ടപ്പെടുത്തി കളയരുത്. വായിക്കാം. ആമേൻ. അതിൻ്റെ 16 വാക്യം മുതൽ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന്റെ പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ നിൽക്കട്ടെ. ആ പദത്തിനകത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു പോകണം. ജനത്തിന്റെ മൂപ്പന്മാരും ജനത്തിന്റെ പ്രമാണികളും എന്ന് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാർ, 6 ലക്ഷത്തി ചില്ലുവാനം പുരുഷന്മാരും അതിനൊത്ത ജനവും അതിനൊത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉള്ളതായി ഒരു വലിയ സഭയുടെ മുൻപാകെ അതിൽ നിന്ന് ദൈവം പറയുകയാണ് 70 പേരെ. അതെങ്ങനെ? നീ അറിയുന്ന ആരാ? ഹല്ലേലൂയ. നറുക്കിട്ടെടുക്കുകയല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവൻ അടുത്ത ഭാഗം ഒന്ന് വായിച്ച് അതിന്റെ ബാക്കിയോട് വായിച്ച്. നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ അവിടെ നിൽക്കട്ടെ, ദയവായി ശ്രദ്ധിക്കട്ടെ. സമാഗമന കൂടാരത്തിനരികെ നോക്കണം, തെരഞ്ഞെടുക്കുന്നത് ആരാ? ദൈവത്തിന്റെ അഭിഷക്തനാ. മനസ്സിലായോ? പൊതുസഭ വോട്ടിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്. പൊതുസഭ വോട്ടിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്. ആരെങ്കിലും മറ്റൊരാളെ പക്ഷം പിടിച്ച് അവൻ ഇന്നാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം പറഞ്ഞല്ല തെരഞ്ഞെടുക്കുന്നത്. ആരാ തെരഞ്ഞെടുക്കുന്നത് അറിയാമോ? തിരുവചനം വിളിച്ചു പറയാം, നീ അറിയുന്ന ചിലരെ നീ തെരഞ്ഞെടുക്കണം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവസഭയ്ക്കകത്ത് ഹല്ലേലൂയ അഭിഷക്തന് തിരിച്ചറിവുള്ള ചിലരെ വേണം ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അറിയുന്ന ചിലരെ, അപ്പം അഭിഷക്തനോട് അറിയാവുന്ന ചിലർ വേണം. മനസ്സിലായോ? ഹല്ലേലൂയ. എത്ര പേർക്ക് അഭിഷക്തനോട് ചേർന്ന് നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട്? വായിച്ച അർത്ഥവാക്കം വായിച്ചേ. നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോട് കൂടെ നിൽക്കേണ്ടതിന്. അവൻ 70 പുരുഷന്മാരെ കുറിച്ച് പറയാണ്, അവരുടെ ദൗത്യത്തെ കുറിച്ച് പറയാ. അവരെന്തു വേണം? നിന്നോടുകൂടെ നിൽക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടവര് ആരോട് നിൽക്കണം എന്നറിയാമോ? നീ ഭക്ഷണം ഉണ്ടാക്കുവല്ല വേണ്ടിയത്, നിന്റെ കൂടെ നിൽക്കാൻ ചിലരെ ഉണ്ടാക്കുവല്ല വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ നിന്നെ തെരഞ്ഞെടുത്ത അഭിഷക്തന്റെ കൂടെ നിൽക്കേണ്ടത്. ആണോ അല്ലയോ? പറഞ്ഞതാരാ? യഹോവയ ദൈവമാണോ? യഹോവയ ദൈവം പറയുക, ഹല്ലേലൂയ, നീ തെരഞ്ഞെടുക്കുന്നവർ നിന്നോടുകൂടെ നിൽക്കണമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പൊളി പറയുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുകൂടെ നിൽക്കുവാൻ വേണ്ടിയാ കുഞ്ഞെ നിന്നെ ദൈവം തെരഞ്ഞെടുത്ത്. സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് അഭിഷക്തരോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ പറയുന്ന അടുത്ത ഭാഗം പറയുന്നു, സമാഗമന കൂടാരത്തിൽ. മനസ്സിലായോ? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമെന്ന് ആലയത്തിനകത്ത് നിനക്ക് ശുശ്രൂഷയ്ക്ക് ഒരു ഇടം നൽകിയിട്ടുണ്ടെങ്കിൽ ആലയത്തിനകത്ത് അഭിഷക്തനോട് ചേർന്ന് വേണം നിൽക്കാൻ. മനസ്സുകൊണ്ട് വിഘടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാന്നിധ്യം കൊണ്ട് നീ മാറി നിൽക്കരുത്. നീ ദൈവത്തോട് ചേർന്നാണ് നിൽക്കേണ്ടത്. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇടയായിത്തീരണം. അടുത്ത വാക്യങ്ങളൊക്കെ ദയവായിട്ട് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. സമയമില്ലാത്തതോടെ ഞാൻ അതിലേക്ക് ഇന്ന് വേഗത്തിലേക്ക് പോകുകയാണ്. അവിടുന്ന് പറയുകയാണ്, അങ്ങനെ മുൻപോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്തത് പറയാണ്, ആമേൻ, അവരെല്ലാം ആമേൻ സ്തോത്രം സാക്ഷ്യ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. സാക്ഷ്യ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവരിൽ നിന്ന് 2 പേർ, ഹല്ലേലൂയ, മേദാദും എൽദാദും, അവർ 2 പേരും മാത്രം. സാഹചര്യം നമുക്കറിയത്തില്ല. അവര് സാക്ഷ്യ കൂടാരത്തിലേക്ക്, സമാഗമന കൂടാരത്തിലേക്ക് വന്നില്ല. എന്നാൽ അവരും എവിടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. കുഞ്ഞെ, സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ആമേൻ സ്തോത്രം വരാൻ കഴിയാത്ത ചില രോഗാനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. ഈ ദേശങ്ങളിൽ ജോലിയുള്ളവരാണ്, ജോലിയുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം വിളിച്ചു പറയുക, ആമേൻ സ്തോത്രം, നീ വന്നില്ലെങ്കിലും നിന്റെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ട്, ആമാൻ അവരുടെ മേലും ദൈവം ആത്മാവിനെ പകർന്നുകൊണ്ട് ആ നിയോഗത്തെ ദൈവം അങ്ങ് അക്സെപ്റ്റ് ചെയ്ത കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവം അത് ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏകദേശം പറയാ അത് ചെയ്തു. അവൻ അതിൻ്റെ വേഗത്തിൽ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കട്ടെ. 24 മുതലുള്ള ഭാഗങ്ങൾ. അങ്ങനെ മോശ ചെന്ന് 25 വാക്യം. എന്നാറേ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. അവരോട് അരുളി ചെയ്തത്, അവന്റെ മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. നോക്കണം, അവന്റെ മേലുള്ള ആത്മാവിൽ. ആരുടെ മേലുള്ള ആത്മാവിൽ? അഭിഷക്തനായ മോശയുടെ മേലുള്ള ആത്മാവിൽ കുറെയെടുത്തു. മുഴുവൻ എടുത്തെന്നല്ല പറയുന്നതാണോ? അല്ല. അഭിഷക്തനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ജനമേ, അഭിഷക്തനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ അഭിഷക്തന്റെ ശുശ്രൂഷയിൽ നിന്നും ദൈവം നിങ്ങളിലേക്കൊരു പകർച്ച നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേർന്ന് നിൽക്കാൻ തയ്യാറാണോ? നീ പകർച്ച പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് പെന്തക്കോസ്തിന് ഒരു സെമിനാരി അധ്യാപനമില്ല. സമുദായ സഭകളിലെ ഒരു സെമിനാരി അധ്യാപനമില്ല. ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനായി വളരണമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്റെ കൂടെ ചേർന്ന് നിന്ന് ചിലത് പ്രാപിച്ചെടുത്തോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചേർന്ന് നിൽക്കാൻ കഴിയാത്ത നീ പ്രാപിക്കത്തില്ല. 92-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിൽ സ്തോത്രം നമ്മൾ ഇപ്രകാരം ഒരു പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ആ വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. 92-ാമത്തെ സങ്കീർത്തനം നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പ്രൈസ് യഹോവയുടെ ആലയത്തിന് നടുതലയായവർ, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ, യഹോവയുടെ ആലയത്തിന് നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. നോക്കണം, യഹോവയുടെ ആലയത്തിന് നടുതലയായവർ, നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ. യഹോവയുടെ ആലയത്തിന് നടുതലയായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ തഴയ്ക്കാതിരിക്കത്തില്ല. നീ തഴയ്ക്കുകയും നീ മുളപൊട്ടുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ ശുശ്രൂഷയുടെ പകർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദാസനാകുന്ന മോശയുടെ ശുശ്രൂഷക്കാരനാകുന്ന യോശുവ പറയുകയാണ്, അവരെ അങ്ങ് നിരോധിക്കണമേ എന്ന്. ശുശ്രൂഷ പ്രാപിച്ചവരെ നമ്മൾ നിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വായിച്ച ആ കുറിവാക്യം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ എന്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. എന്ത് നിമിത്തമാ? ഇവരിൽ വെളിപ്പെട്ട ശുശ്രൂഷ നിമിത്തം. കുഞ്ഞ്, നിന്നിൽ ശക്തമായി ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ ചിലർ കൂട്ടുവിശ്വാസികൾ നിനക്കെതിരായി മാറും. മനസ്സിലായോ? നീ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ നിന്നെ കൂടെ പ്രാർത്ഥിച്ചവർ ചിലർ നിനക്കെതിരായി തീർക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ആ പ്രാസം പോരാന്ന് പറയുന്നവർ കാണും. ഹല്ലേലൂയ. നീ സാക്ഷ്യം പറയാൻ തുടങ്ങുമ്പോൾ അത് അങ്ങനെയല്ല സഹോദരൻ, ഇങ്ങനെ പറയണമെന്ന് പറയുന്നവർ കാണും. എന്നാൽ ഒന്നും ഞാൻ പറയാം, ആക്സെപ്റ്റ് ചെയ്യുവാൻ ദൈവം തയ്യാറാണെങ്കിൽ, തിരഞ്ഞെടുത്തവൻ ദൈവമാണെങ്കിൽ വാസ്തവമായും അവൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. ശുശ്രൂഷ നിമിത്തം അസൂയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗം കൂടെ വായിക്കാം. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ഭാഗം കൂടെ വായിക്കുകയാണ്. അസൂയ നിമിത്തം സ്തോത്രം നമ്മൾ വായിച്ച കുറിവാക്യം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 9-ാമത്തെ. അസൂയ നിമിത്തം സഹോദരന്മാർ അവനെ വിറ്റുകളഞ്ഞു. നോക്കണം, ദുഷ്ടത ചെയ്യുവാൻ അവൻ യാതൊരു മടിയും ഉണ്ടായില്ല. ആർക്കുണ്ടായില്ല? സഹോദരങ്ങൾക്കുണ്ടായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം സഹോദരങ്ങൾക്ക് അസൂയ കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ അവർ വിറ്റുകളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ജോസഫ് ഹല്ലേലൂയ, സ്തോത്രം, സഹോദരന്മാരാൽ അസൂയപ്പെട്ട് സ്തോത്രം പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് അവനെ വിറ്റുകളയാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തത് 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. സ്തോത്രം, ഹല്ലേലൂയ. ആരോടാ പറയുന്നത് അറിയണമെങ്കിൽ 1 പത്രോസ് ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കണം. പിതാവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പത്രോസ് തെറ്റിക്കല്ലേ മോളെ, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിദുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. ആർക്കെഴുതുന്നത്? കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച അവിടുത്തെ വൃദ്ധന്മാർക്ക് എഴുതുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവരോട് പറയുകയാണ്, 2-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും. നോക്കണം. അപ്പം രക്ഷിക്കപ്പെട്ടവർക്കകത്ത് ദുഷ്ടതയുണ്ടോ?
വൃതന്മാർക്കകത്ത് ദുഷ്ടതയുണ്ടോ? തിരുവചനം വിളിച്ചു പറയാ, ഉണ്ടാകാം. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ. നോക്കണം, ഇതെടുത്ത് തെളിച്ച് പറഞ്ഞു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചാട്ടെ. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, അവിടെ നിൽക്കട്ടെ കുഞ്ഞേ. ദൈവത്തിന് നിരക്കാത്ത ദുഷ്ടതകൾ നിന്റെ ഹൃദയത്തിനകത്തും നിന്റെ മനസ്സിനകത്തും നീ പ്ലാൻ ചെയ്യാൻ ഇടയാകുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് മറവായിരിക്കുന്ന ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ ദുഷ്ടതകൾ നീ നീക്കുവാൻ ഇടയായി തീരണം. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്യുന്ന ദുഷ്ടതകളുണ്ട്, ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന ദുഷ്ടതകളുണ്ട്. എന്താന്ന് പറഞ്ഞാലും നീ അത് മാറ്റിക്കളയണം. ഹല്ലേലൂയ. അടുത്തത് എല്ലാ ചതിവും, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ചതിവും മാറ്റണം. ഈ കൈപ്പുള്ള വേര് മുളയ്ക്കുന്ന അനുഭവത്തിൽ പറയുന്ന വാക്കുകളും അഭിപ്രായങ്ങളും മറ്റൊരു വിശ്വാസിയുടെ ഹൃദയത്തിനകത്ത്, ആമൻ, ഹല്ലേലൂയ, അവരുടെ വിശ്വാസത്തെയും അവരുടെ സ്നേഹത്തെയും അവരുടെ ആത്മാർത്ഥതയും ഹനിക്കാനിടയാകുന്നെങ്കിൽ അത് ചതിവിൻ്റെ വാക്ക. പുറമേ പറയുന്നത് കേട്ടാൽ നമുക്കത് മനസ്സിലാകത്തില്ല, എന്നാൽ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില വാക്കുകൾ, അതിൻ്റെ അർത്ഥം പിന്നെ ഒന്നിരുന്ന് ചിന്തിക്കുമ്പോൾ കാലഘട്ടങ്ങൾ കൊണ്ട് നിന്റെ ഉള്ളിലേക്ക് ചതിവ് വരുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ബിലയാം ഇങ്ങനെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ബിലയാം എന്ന പ്രവാചകൻ, അവൻ ഡയറക്റ്റായിട്ട് ഇസ്രായേലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോ ഇല്ലയോ? ശപിക്കാൻ വന്നവൻ അനുഗ്രഹിച്ചു പോയി. എന്നാൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമൻ. അതുകൊണ്ട് ഇസ്രായേലിൽ അവൻ ആഭിചാരം ഫലിക്കത്തില്ല, ലക്ഷണവിധി ഏൽക്കത്തില്ല. അവൻ പറഞ്ഞതിനകത്തൊരു ക്ലൂ ഉണ്ടായിരുന്നു. പഴയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി, അതുകൊണ്ട് അത് വ്യക്തമായി വിളിച്ചു പറയുന്നു, ബിലയാമിന്റെ വഞ്ചനയ്ക്കകത്ത്, ബിലയാമിന്റെ ചതിക്കകത്ത്, ആമൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇസ്രായേൽ ജനത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. വഞ്ചനയുടെ വാക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് നശിച്ചു പോകാൻ നീ പറഞ്ഞ വഞ്ചനയുടെ വാക്ക് നിമിത്തം ഇടയായി തീരുമ്പോൾ അവരുടെ നാശത്തിന് നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും. മനസ്സിലായോ? മോബ് രാജാവ് തൻ്റെ ജനത്തെ, തൻ്റെ സ്ത്രീകളെ കെട്ടഴിച്ചു വിടുവാൻ ഇടയായിത്തത് ഇവൻ പറഞ്ഞ വാക്കിൻ്റെ മുമ്പിൽ. ആക്ച്വലി ഇവൻ യഥാർത്ഥത്തിൽ വ്യക്തമായി വല്ലതും പറഞ്ഞോ? ഇല്ല. എന്നാൽ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു, അവർ വേർപാടുള്ള ജനമാ, അവരുടെ വേർപാട് പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ നിമിത്തമാ ചതിവിന്റെ വഞ്ചനയുടെ വാക്കുകൾ, വിഷവത്തുകൾ കുറേശ്ശെ കേറ്റ നിമിത്തം എന്ത് സംഭവിച്ചതറിയാമോ? അവരിൽ പലർ പട്ടുപോയി. അത് ബിലയാമിന് ദോഷമായിട്ടത്. ആ പറഞ്ഞ ദൂത് പറഞ്ഞിട്ട് പോയത് അടുത്ത ശുശ്രൂഷ ചെയ്യാൻ പോയില്ല. വഴിയിൽ വെച്ച് അവനെ തകർത്ത് കളയുവാൻ ഇടയായിട്ടെങ്കിലും അടുത്ത ശുശ്രൂഷയ്ക്ക് നീ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, അടുത്ത ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാതെ വണ്ണം നിന്നെ ഈ ഭൂമിയുടെ വരപ്പിൽ നിന്ന് മാറ്റിയത് ബിലയാമേ, നീ പറഞ്ഞ വഞ്ചനയുടെ വാക്കാണെങ്കിൽ ആരോടും വഞ്ചനയുടെ വാക്ക് നീ പറയരുത്, ചതിവിന്റെ വാക്ക് നീ പറയരുത്. ഹല്ലേലൂയ. അടുത്തത് വേഗത്തിൽ വായിരേ. വ്യാജഭാവം. ദൈവസഭയിൽ നിങ്ങൾക്ക് വ്യാജമുണ്ടോ? വ്യാജഭാവമുണ്ടോ? ആത്മീയനല്ലാതിരിക്കുക, ആത്മീയനെന്ന് നടിച്ചുകൊണ്ട്, വാക്കുകൊണ്ട്, ആമെ പ്രവൃത്തി കൊണ്ട്, ആമെ സ്തോത്ര വാക്കുകൾ കൊണ്ട് ആത്മീയത നടിക്കുവാൻ നമ്മൾ പലർക്കും കഴിയുന്നവരാണെന്ന് എനിക്കറിയാം. വേദപുസ്തകം പറയാ, കുഞ്ഞെ, നിന്റെ വ്യാജഭാവം ഒന്ന് മാറ്റിവെക്കണം. വ്യാജഭാവം മാറ്റണം. അടുത്ത വേഗത്തിൽ വായിരേ. അസൂയ. അതിനോട് ചേർത്ത് പറയുന്ന ഒരു ഭാഗം അസൂയ. ഇത് പറഞ്ഞ വൃതന്മാരോടാണ് എഴുതിയിരിക്കുന്നത്. വൃതന്മാരോട് എഴുതിയിരിക്കുമ്പോൾ പറയാം അസൂയ. മനസ്സിലായോ? അസൂയ.
അത് എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് എല്ലാ നുണയൊക്കെ നീക്കി കളയണമെന്ന്. അപ്പൊ നോക്കണം, ഇത് നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരുന്ന നാം അനുഗ്രഹിക്കപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മൾ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് പാല് കുടിച്ച് സ്പിരിച്വലായി നമ്മളത് ബ്ലെസ്ഡായി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ചിലത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ വളർച്ചയെ തകർക്കുന്ന ചിലതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഇതൊന്നും വെച്ചോണ്ടിരുന്ന ഒരിക്കലും ആത്മീയ വളർച്ച പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. അത് നമ്മൾ മാറ്റിക്കളയണം. അങ്ങനെ മാറ്റിക്കളഞ്ഞാൽ ഇടയായിട്ടെങ്കിൽ ആമേൻ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മൾ മടങ്ങി വരികയാണ്, കുറിവാക്യത്തിൽ മടങ്ങി വരികയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആമേൻ. ഗോത്രപിതാക്കന്മാർ യോസേഫിനെ അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. നോക്കണം, ആമൻ പിതാമൻ സഹോദരന്മാർ അസൂയപ്പെട്ട് വിറ്റുകളഞ്ഞവൻ. ആമൻ. ഹല്ലേലൂയ. ദൈവം എന്നാൽ അവനെ വിറ്റില്ല, ദൈവം അവനെ തള്ളിക്കളഞ്ഞു. അടുത്ത വാക്യം വായിച്ച 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന്, എന്നാൽ വിറ്റവനോടുകൂടെ ദൈവം, കുഞ്ഞ നീ ആരെ വിറ്റോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആരെ വിറ്റുകളഞ്ഞോ അവനോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചു മനസ്സിലായോ? ആമേൻ. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞവന്റെ കൂടെ ദൈവമുണ്ട്, ആർക്കും വേണ്ടാത്തവന്റെ കൂടെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദ്രവിക്കപ്പെട്ടവന്റെ കൂടെ ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അസൂയപ്പെട്ടുകൊണ്ട് നിനക്കെതിരെ പല ദോഷങ്ങൾ അനേകം പ്രവർത്തിച്ചപ്പോൾ ഭാരത്തോട് സങ്കടത്തോട് ദൈവസന്നിധി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, മറ്റാരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ പൊട്ടക്കിണറിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്റെ കാരാഗ്രഹത്തിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം ആ വാഗ്ദത്തന നിവർത്തീകരണത്തിലേക്ക് നീ എത്തും വരെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഭാഗം, ദൈവം അവനോട് കൂടെയുണ്ട്. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന്, ദൈവം അവനോട് കൂടെ ഇരുന്നു. നിങ്ങൾ പറയണം, ദൈവം എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാ. ദൈവം എന്നോട് കൂടെ ഇരിക്കും. അടുത്തത്, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച്. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച്. നോക്കണം, സകല സങ്കടങ്ങൾ. നിങ്ങളുടെ സങ്കടത്തോട് വന്നവർ എത്ര പേരുണ്ട്? വിഷയങ്ങളുടെ മുമ്പിൽ ഭാരത്തോടെ മനുഷ്യർ ആമേ സ്തോത്രം സ്നേഹിക്കുന്നില്ല, മനുഷ്യർ റിജക്ട് ചെയ്തു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ ബന്ധുമിത്രാദികളൊക്കെ മാറ്റി നിർത്തുന്നു. ആമേ സ്തോത്രം ആഗ്രഹിക്കുന്ന നന്മ ലഭിക്കാതെ അല്ലെങ്കിൽ അർഹിക്കാത്ത നന്മ ലഭിക്കാതെ മാറ്റിവെച്ച് ആമേ സ്തോത്രം ഭാരത്തോടെ വേദനയോടൊക്കെ ഇരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുടെ ദയവായി ഏത് വിഷയത്തിനും നിങ്ങൾ സങ്കടത്തോടെ ഇരുന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കൃപയില്ലാത്തവർ നിന്നെ തള്ളിക്കളയുമ്പോൾ, കൃപയില്ലാത്തവർ നിന്നെ ഉപദ്രവിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ അധിപതികൾ വ്യാപരിക്കുന്നവർ നിനക്കെതിരെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഇത് പകൽക്കാലം നിന്റെ സകല സങ്കടങ്ങളിൽ നിന്നും, നിന്റെ സകല സങ്കടങ്ങളിൽ നിന്നും, നിന്റെ സകല ആകുലതകളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കുന്നവരാ. ഹല്ലേലൂയ. അടുത്തത്, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. നീ കഴിവില്ലാത്തവനാ, നീ ഗുണമില്ലാത്തവനാ, നീ യോഗ്യതയില്ലാത്തവനാ, നിന്നെ കൊണ്ടൊന്നും അറിയത്തില്ലടി എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാട് കാണുമായിരിക്കും. എന്നാൽ ഒരു കാര്യം പറയാം, ആമേൻ. ദേശത്തിലെ പ്രഭുക്കന്മാരുടെ മുമ്പിൽ നിന്നെ മാനിക്കത്തക്കവണ്ണം നിന്റെ മേൽ കൃപ പകരുന്ന ഒരുവനുണ്ട്, നിന്റെ മേൽ ജ്ഞാനം പകരുന്ന ഒരുവനുണ്ട്, നിന്റെ മേൽ പരിജ്ഞാനം പകരുന്ന ഒരുവനുണ്ട്. അവൻ നിന്നോട് കൃപ തോന്നിയത് കൊണ്ട് അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. ജോസഫിനെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അധികാരികളുടെ മുമ്പിൽ കൃപയും ജ്ഞാനമുള്ളവനായി നീ വെളിപ്പെടത്തക്കവണ്ണം നിന്നെ ആദരിക്കുവാൻ തക്കവണ്ണം മതിയായ ദൈവമാ. ഹല്ലേലൂയ. അടുത്ത വാക്യം, അവൻ അവനെ മിസ്രയീമിനും തന്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. നാലാമത്തെ കാര്യം, വിറ്റുകളഞ്ഞവനെ കൊണ്ട്, യോഗ്യതയില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട്, അവൻ ഇനിയൊന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് സ്വർഗത്തിലെയും പറയുക, അവനെ അധികാരിയാക്കി വെച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയാണ്, എന്ത് പറഞ്ഞു? അവൻ അവനെ
അവൻ അവരെ മിസ്രയീമിനും ആ തന്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. നോക്കണം, ആർക്കും വേണ്ടാതെ കിടന്ന ഒരു മനുഷ്യനെ, വിറ്റുകളഞ്ഞ ഒരു മനുഷ്യനെ, ആമി സ്തോത്രം തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനെ, പടുകുഴിയിലിട്ട ഒരു മനുഷ്യനെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ട് അവൻ അവർക്ക് അധിപതിയാക്കി വെച്ചെങ്കിൽ ഇന്ന് പകൽക്കാല സമയം ആര് നിങ്ങളെ അസൂയ നിമിത്തം തള്ളിക്കളഞ്ഞോട്ടെ, ആര് നിങ്ങളെ ഉപദ്രവിച്ചോട്ടെ, നിങ്ങളെ അധിപതിയാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഹല്ലേലൂയ. ആമേൻ. അസൂയ എന്ന വികാരത്തെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ദൈവകൃപയിൽ നിൽക്കുവാൻ നമ്മെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.